ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ കാലമായി ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് കേരളത്തിൻ്റെ അഭിമാനമായ അഥവാ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയാണ് ഇന്നുണ്ടാക്കാൻ പോണത്. അപ്പം എങ്ങനെ അടിക്കാതെ വീശിയടിക്കാതെ നിങ്ങൾക്കൊരു പൊറോട്ട ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ട് 2-3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഫുൾ മൈദയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ വെള്ളം നമ്മുടെ മൈദ ഒന്ന് റെഡിയായി കിട്ടാനാണ്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുട്ടയൊക്കെ ചേർക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈദയിലേക്ക് ഒരു 1-2 കപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ന് വെച്ചാൽ മൈദ നല്ലോണം കുഴഞ്ഞൊന്ന് റെഡിയായി നിങ്ങൾ എടുക്കുന്നതിന് മൈദേൻ്റെ പൊടിക്കനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം. പിന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞങ്ങളിവിടെ കുറച്ച് വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ഒപ്പം കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ആ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. അതിൻ്റെ ശേഷം നമുക്ക് ഒരു മുട്ടയാണ് ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആ മൈദയിലേക്ക് ഒരു മുട്ട. പിന്നെ ഞങ്ങൾ മറ്റേ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കുറവായതുകൊണ്ട് ഇതിൽ ഇത്തിരിയും കൂടി പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ശരിക്കും മിക്സായി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം കുറച്ച് ഉപ്പ് നിങ്ങൾക്ക് ഇടുമ്പോൾ കാണണ്ടോ അറിയില്ല, വെള്ള കളറായതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഉപ്പുണ്ട് റെഡി ആവാത്തത്. പിന്നെ സ്പൂണൊന്നും കാണിക്കാൻ പക്ഷേ സ്പൂണ് കണ്ടിട്ടുമില്ല അതിൽ, അതുകൊണ്ടാണ് ഉപ്പ് ഇടുന്നത് കാണാത്ത കേട്ടോ. എന്നിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നല്ല ഇങ്ങനെ ഉണ്ട പരുവതുണ്ടോ ഇതാ ഇങ്ങനെ ആക്കിയിടുക. എന്നിട്ടും പിന്നെയും കുത്തി അതാക്കി ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി പൊറോട്ടയിൽ നല്ല മൽപ്പിടുത്തത്തിന് ശേഷം പൊറോട്ട ഇതാ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. ഒക്കെ കഴിഞ്ഞാൽ നമ്മളെ പൊറോട്ടേൻ്റെ അടിച്ച് കൂത്തി എല്ലാം ആക്കിയ നമ്മളെ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ലാസ്റ്റ് ഇതാ ഈ ഒരു ഇതിലാണ് ഉണ്ടാവുക. എന്നിട്ട് അത് നമ്മളൊരു നിങ്ങൾ എത്ര കൂടുതൽ വയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും കേട്ടോ. ഞങ്ങളിവിടെ ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശേഷം അത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുമുറിക്കുക. നല്ല എത്ര മൈദയായതുകൊണ്ട് നല്ലോണം വലിഞ്ഞു പോയിക്കോളും. അപ്പോൾ അത്രയും വലിയണേ അനുസരിച്ച് ഇങ്ങനെ പരത്തി നല്ല നീട്ടി പരത്തുക. അപ്പോൾ അതാ ഞങ്ങൾ ആ സൈഡ് എല്ലാ സൈഡും ഒരേപോലെ നല്ല നീട്ടി പരത്തിയാൽ നമുക്ക് നടു മുറിച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ ചുറ്റുമ്പോൾ നല്ല സുഖമാവും ചുറ്റാൻ. അപ്പോൾ അതാ എല്ലാ സൈഡും നല്ല കറക്റ്റ് അടിപൊളിയായിട്ട് ഇങ്ങനെ ചുറ്റല്ല പരത്തുക. എന്നിട്ട് അതിൻ്റെ നടു ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുക്കുക. കീറി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു മൂലയിൽ നിന്ന് ഇങ്ങനെ തോണ്ടുക. അപ്പം അങ്ങനെ തോണ്ടിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇടയ്ക്ക് കീറുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഒന്നും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും കീറാതെയൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പണി കുറയും. എന്നിട്ട് ഇങ്ങനെ എടുക്കുക. അതിൻ്റെ ശേഷം നമ്മളുടെ ഒരു വിരലിൽ അതിങ്ങനെ മെല്ലെ വല്ലാതെ ബലം പിടിക്കാതെ മെല്ലെ ചുറ്റിയെടുക്കുക. മെല്ലെ ചുറ്റാൻ വേണ്ടി ബലം പിടിച്ച് ചുറ്റിയാൽ മൈദയാണ് അത് എന്താ പറയുക വേറെ എന്തെങ്കിലും ഷേപ്പൊക്കെ ആയിപ്പോവും. അപ്പം പിന്നെ കറക്റ്റ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് എന്നിട്ട് നമ്മളൊരു സൈഡിൽ എടുത്ത് വെക്കണം. കണ്ടോ, അതെങ്ങനെയാണ് ചുറ്റുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് വല്ലാതെ ചുറ്റലൊന്നും റെഡി ആയിട്ടില്ല. എന്നാലും അടിപൊളിയായിരുന്നു. നല്ല ലെയറൊക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇനി ഇങ്ങനെ ചുരുട്ടിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് സൈഡിലേക്ക് തന്നെ വയ്ക്കാം. യെസ്, അടിപൊളിയായിട്ട് ചുറ്റുണ്ട്. എന്നിട്ട് ഇങ്ങനെ അടിഭാഗം ഒന്നിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ അവിടെ നിന്നോളും. ആ ചുരുട്ടഴിയൊന്നുമില്ല. അടിപൊളി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഓയിലൊക്കെ ഒന്നിങ്ങനെ പരട്ടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഓയിലൊക്കെ ഇറങ്ങിയത്. അതിൻ്റെ ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ ചുരുട്ടി വെച്ച ചുരുട്ടി വെച്ച സാധനം എന്ന് പറയാം, അതൊന്നും എടുത്തിട്ട് ഒന്ന് പരത്താട്ടോ. അപ്പം ഞാനാണ് പരത്തുന്നത്. ഞാൻ പരത്തുന്നത് വലിയ ഇതായിട്ടൊന്നുമില്ല. ഫസ്റ്റ് പരത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാവും. പിന്നെ രണ്ടാമത് പരത്തുമ്പോൾ ഇതേപോലെയാവും. കണ്ടോ, നല്ല അടിപൊളി വട്ടത്തിൽ. പിന്നെ നമ്മൾ കല്ല് ചൂടാക്കാൻ വെക്കുക. കല്ല് ചൂടാക്കാൻ വെച്ചിട്ട് നമ്മുടെ മെയിൻ താരം നമ്മുടെ പരത്തി വെച്ച പൊറോട്ട അതിലേക്ക് എടുത്തിടുക.
ചെറിയ ചുളിവൊക്കെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും എന്തുണ്ടാക്കുകയാണ് ഫസ്റ്റ് ടൈം ഒന്ന് ചിലപ്പോൾ ഒന്ന് പാളും കേട്ടോ. എന്തായാലും ഒന്ന് ആ ദോശയാണെങ്കിൽ അങ്ങനെ ചുടുന്നേല പരത്തുന്നേൽ മാവ് പരത്തുന്നേലൊക്കെ എന്തായാലും ചിലപ്പോൾ ഒന്ന് പാളും. പിന്നെ എന്താ നമ്മുടെ പൊറോട്ട ഇങ്ങനത്തെ ഒരു പരുവത്തിലായി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലായാൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഇവിടെ കുറേ എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ഞാൻ പരത്തിയാണ്. ഇതിൽ കുറേ ഫുൾ മൂണ് ഹാഫ് മൂണ് പൂവ് ഷേപ്പുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ സൈഡിൽ ഫസ്റ്റ് കാണുന്നത് ഞാൻ പരത്തിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് പൂവ് ഷേപ്പിലൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങളിതാ കുറച്ചെണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കി വെച്ചതൊക്കെ നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ്. പിന്നെ ഈ വീഡിയോയിൽ എന്താ പറയുക, നമ്മുടെ ടേസ്റ്റ് നോക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ്, നമ്മൾ അടിക്കൽ. പൊറോട്ടേൻ്റെ അടിക്കലിലാണ് അതിൻ്റെ ആ ലെയറൊക്കെ വരുന്നത്. അതിൻ്റെ ആ ലെയറാണ് പൊറോട്ടേൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് അടിക്കണം, അപ്പോഴേ പൊറോട്ട ലെയറാവുള്ളൂ. വേറെ ഒന്നുമില്ല, പൊറോട്ട ലെയറാവണമെങ്കിൽ തന്നെ നിങ്ങളുടെ കൂട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും നന്നായി ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ല ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ടക്കേന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് അത് ഓളാക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞിതല്ല അത്യാവശ്യം വലിയ പൊറോട്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിനാഥ് സൈനിങ് ഔട്ട്.